ഏറ്റവും ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടാണ്. നന്ദഗോവിന്ദം ഭജൻസ് അവിടെ ഭജന നടത്തിയെന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ കണക്കിൽ കാണിക്കുന്ന അവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 8 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നിലവ് നടന്നിരിക്കുന്നത്. ആ ദിവസം നന്ദഗോവിന്ദം ഭജൻസ് ട്രൂപ്പ് സംഗമത്തിന് എത്തുകയോ അവർ ക്ഷണിക്കപ്പെടുകയോ അവിടെ ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത കണക്കിലാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ ബില്ല് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, അങ്ങനെ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിനെ കൂടി ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ ഭാഗഭാക്കാക്കിയിരിക്കുകയാണ് ഈ LDF സർക്കാർ, ദേവസ്വം ബോർഡ്. എങ്ങനെയാണ് ഇത് നന്ദഗോവിന്ദം ഭജൻസ് കൂടി ഈ തട്ടിപ്പിന്റെ കണക്കിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നിലിമ, അശ്വതി, ഈ ആഗോള അയ്യപ്പ സംഗമം 2025 സെപ്റ്റംബർ 20 പമ്പയിൽ നടന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും അഴിമതികളും ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പണത്തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ രാവിലത്തെ സമയം, മുഖ്യമന്ത്രിയുടെ പരിപാടി തുടങ്ങുന്നതിന് മുൻപുള്ള സമയം, നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസ് അവിടെ നടന്നു എന്ന് കാട്ടിക്കൊണ്ട് 8 ലക്ഷം രൂപയുടെ ബില്ല് ഈ സർക്കാരും ദേവസ്വം ബോർഡും പാസ്സാക്കിയതിനു ശേഷം അത് ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് വ്യക്തമാണ്. മുഴുവൻ മലയാള മാധ്യമങ്ങളും ആ പരിപാടി തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഇല്ലാത്തൊരു പരിപാടി നടന്നുവെന്ന് കാട്ടിക്കൊണ്ട് 8 ലക്ഷം രൂപയുടെ ബില്ല് മാറി അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം അത് ചെറുതല്ല എന്ന് തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്രമാത്രം വലിയൊരു അഴിമതി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ സംഘത്തിലുള്ള അംഗങ്ങൾ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ ഇതിനു മുമ്പോ ഇതിനു ശേഷമോ അല്ലെങ്കിൽ ആ ദിവസമോ ശബരിമലയിലോ പമ്പയിലോ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൂടാതെ ആ പരിപാടിയുടെ സമയത്ത് വ്യക്തമാണ്. എന്തായാലും ഒന്നും അറിയാത്ത നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലും ഒരു ബില്ല് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.